ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് വന്നിരിക്കുന്നത് IV കാനുലേഷനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നഴ്സിങ്ങിനകത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് IV കാനുലേഷൻ എന്ന് പറയുന്നത്. ഫ്രഷറായി വരുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ളതും എന്നാൽ നഴ്സുമാരുടെ മാത്രം കുത്തകയാണെന്ന് എല്ലാവരും പറയുന്നതുമായ ഒരു കാര്യമാണ് IV കാനുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇടാൻ പറ്റാത്ത വെയിനുകൾക്ക് മാത്രം അനസ്തേഷ്യ വിളിക്കാറുള്ളൂ. പക്ഷെ അനസ്തേഷ്യ വന്നിട്ട് ഇടാത്ത വെയിനുകളും ഇട്ടിട്ടുള്ള IV നഴ്സുമാരെ എനിക്കറിയാവുന്നതുമാണ്. കേട്ടല്ലോ, ഒരുപാട് IV നഴ്സുമാരുണ്ട്. അനസ്തേഷ്യ ഇട്ടിട്ടും കിട്ടാതെ നഴ്സുമാരിട്ട വെയിൻസും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ. അതുകൊണ്ട് നഴ്സുമാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് IV കാനുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ നോർമലായിട്ട് പറയാം, IV കാനുലേഷൻ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. IV കാനുലേഷൻ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ സെലക്ഷൻ ഓഫ് വെയിനാണ്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സെലക്ഷൻ ഓഫ് വെയിൻ. നിങ്ങൾ ഏത് ഗോജിൻ്റെ ക്യാനുളയാണോ ഇടുന്നത്, ആ ക്യാനുള നിങ്ങൾ സെലക്ട് ചെയ്ത വെയിനിന് പ്രോപ്പറാണോ എന്ന് നോക്കുക. അതായത് വെയിനിനേക്കാൾ വലിയ IV കാനുള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പറ്റത്തില്ല, അത് പക്ക നല്ല രീതിയിൽ സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വെയിനും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗോജ് ഓഫ് ക്യാനുളയും കറക്റ്റ് ആണോ ഇല്ലയെന്ന് നമ്മൾ നോക്കുക. അതാണ് സെലക്ഷൻ ഓഫ് IV കാനുള. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സെലക്ഷൻ ഓഫ് IV കാനുളയേക്കാളും കൂടുതൽ സെലക്ഷൻ ഓഫ് വെയിൻ. നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് സെലക്ഷൻ ഓഫ് IV കാനുള വെച്ചിട്ട് നമുക്ക് ഈ പേഷ്യൻറ്റിന് 20 ഗോജിൻ്റെ ഇടുന്നുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റത്തില്ല. ചില പേഷ്യൻറ്റ് കോൺട്രാസ്റ്റ് കൊടുക്കുന്ന പേഷ്യൻ്റാണ് 22 ഗോജിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമുക്കറിയാം, പൾമണറി ആൻജിയോഗ്രഫി ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കാണെന്നുണ്ടെങ്കിൽ 18 ഗോജിൻ്റെ തന്നെ ക്യാനുള ഇടണം. 18 ഗോജിൻ്റെ ക്യാനുള തന്നെ ഇടണം. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ 18 ഗോജിൻ്റെ ക്യാനുള ഇടത്തില്ല, എനിക്ക് 18 ഗോജിൻ്റെ ക്യാനുള ഇടാൻ പറ്റത്തെങ്കിൽ 22 ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഓഫ് വെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കിൻ പ്രിപ്പറേഷനാണ്. നമുക്കറിയാം, ചിലവർ സ്കിൻ പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ പ്രിപ്പയർ ചെയ്ത സ്കിന്നിൽ നമ്മൾ ബെയർ ഹാൻഡ് കൊണ്ടൊക്കെ ടച്ച് ചെയ്യും. അതുവഴി എന്ത് പറ്റും? ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, നമുക്കറിയാം BSI എന്ന് പറയുന്ന കാര്യം. ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ നമുക്ക് IV കാനുള വഴിയും ഉണ്ടാകാൻ നല്ല ചാൻസാണ്. മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നന്നായിട്ട് സ്കിൻ പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വെയിൻ ഫ്ലോ പോലുള്ള, അതായത് നമുക്ക് ബാക്ക് ഫ്ലോ, ബ്ലഡ് പുറത്തേക്ക് വരുന്ന IV കാനുള ഉപയോഗിക്കാൻ നേരത്ത് കൂടുതലും ഒരാളെ കൂടെ ഹെൽപ്പിന് വിളിച്ചുകൊണ്ട് പോവുക. അതായത് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ബ്ലഡ് സ്പില്ലാകാനും അതുപോലെ തന്നെ ചില സമയത്ത് IV കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നീഡിൽ പുൾ ഔട്ട് ചെയ്യാറുണ്ട്. അതായത് സേഫായിട്ടുള്ള പ്രോസേഫ്റ്റി പോലത്തെ ക്യാനുള അല്ലാത്ത യൂസ് ചെയ്യുന്ന പല ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് പറയുവാണ്, നമ്മൾ നീഡിൽ പുറത്തോട്ട് ഊരാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നീഡിൽ പ്രിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി ക്യാനുള ഇടാതെ ഒരാളെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ പല ഹോസ്പിറ്റലിൽ ഇപ്പോൾ ക്ലോസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ക്ലോസ് സിസ്റ്റം ഞാൻ ഈ വീഡിയോയുടെ എവിടെയെങ്കിലും കാട്ടിത്തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആ ക്ലോസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യുവാണ് നമുക്കങ്ങനെ നീഡിൽ പ്രിക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. മനസ്സിലായല്ലോ. ഇത്രയും എനിക്ക് മെയിനായിട്ടും നിങ്ങൾക്ക് പിന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഡബിൾ പ്രിക്കൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് IV കാനുള ഇടാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെയിൻസിനെ കുറിച്ചാണ്. ഏതൊക്കെ വെയിൻസാണ് മെയിനായിട്ടും നമ്മൾ IV കാനുളയ്ക്ക് യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ലതായിട്ട് എൻ്റെ പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ ഒരു വെയിൻ നമ്മുടെ മെറ്റാകാർപ്പൽ, അതായത് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഡോർസൽ സൈഡാണ്. ഈ ഡോർസൽ സൈഡിൽ കാണപ്പെടുന്ന ഈ വെയിൻസിനെയാണ് നമ്മൾ ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ കാണപ്പെടുന്ന വെയിൻസ് നമ്മൾ ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഇത് മനസ്സിലാവും, ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ്. മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഡോർസൽ സൈഡിൽ, അതായത് കൂടുതൽ പേഷ്യൻസ് ആണെങ്കിലും കൂടുതൽ പറയുന്നത് എനിക്കിവിടെ ക്യാനുള ഇട്ടാൽ മതി. ഇവിടെ ചിലപ്പോൾ കിട്ടാത്ത പേഷ്യൻസും കാണും, അവരും പറയുന്നതാണ് എനിക്കിവിടെ ക്യാനുള ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ പറയില്ല ഇവിടെ വെയിനുണ്ട്, അതിന് പേഷ്യൻറ്റ് പറയില്ല എനിക്കിവിടെ തന്നെ ക്യാനുള ഇട്ടാൽ മതി എന്ന് ചില പേഷ്യൻസ് പറയാനുണ്ട്. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈ ക്യാനുളയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വെയിൻ എടുക്കാൻ നേരത്ത് നമുക്ക് വേറൊരു കാര്യമാണ്, ഈ വെയിൻ നമ്മളിങ്ങനെ എടുത്തു, ഈ 4 സെൻറ്റിമീറ്റർ
സെൻറ്റിമീറ്റർ എബോവ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൂണിക്കേറ്റ് കെട്ടേണ്ടത്. മനസ്സിലായല്ലോ? ടൂണിക്കേറ്റ് ഒരുപാട് നേരം കെട്ടി വെച്ചുകൊണ്ടിരിക്കരുത്. ടൂണിക്കേറ്റ് ഒരുപാട് നേരം കെട്ടി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹീമോഡൈല്യൂഷൻ ഉണ്ടാകാൻ നല്ല ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ടൂണിക്കേറ്റ് നമുക്ക് ഒരുപാട് നേരം പേഷ്യൻറ്റ് കെട്ടിവെക്കാനും പാടില്ല. മോർ ദാൻ 1 മിനിറ്റ് 1 to 2 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കെട്ടിവെക്കാം കേട്ടോ. അല്ലെങ്കിൽ 3 മിനിറ്റ്, മോർ ദാൻ 5 മിനിറ്റ്സ് ഒരിക്കലും ആരും കെട്ടിവെക്കാൻ നിൽക്കരുത്. നമ്മളിങ്ങനെ ടൂണിക്കേറ്റ് കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മൾ കണ്ടു, ഇപ്പോൾ വെയിൻ നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്കിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്കിൻ ആൽക്കഹോൾ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്യാനുള്ള പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇപ്പോൾ ക്ലോസ് സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്നോട് ആരുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ അതുപോലെ തന്നെ ടെഗേഡം, പോസി ഫ്ലഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, നമ്മൾ സെറ്റിൽ ചെയ്ത് വെക്കാം. നമുക്കറിയാം IV കാർഡ് എല്ലാ ഹോസ്പിറ്റൽസിലും കാണും. IV കാർഡ് എടുത്തുകൊണ്ട് തന്നെ പോവുക IV ക്യാനുള്ള ഇടാൻ. അല്ലെങ്കിൽ ഷാർപ്പ് കണ്ടെയ്നർ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ എന്തായാലും കൺഫേം ചെയ്യുക. വിത്ത് ഷാർപ്പ് കണ്ടെയ്നർ മാത്രം നമ്മൾ പോവുക. പ്രൊഡക്ഷൻ ടൈമിൽ തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ സെഗ്രിഗേഷനും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഷാർപ്പ് എന്തായാലും നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്യുക, മീൻസ് അപ്പം തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വെയിൻ എടുത്തതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. വെയിനിൻ്റെ നമ്മുടെ ഗോജ് നോക്കുക, ഈ വെയിനിന് അത് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ പ്രിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രസൻസ് ഓഫ് ബ്ലഡ് നോക്കുക. എന്നിട്ട് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. വെറുതെ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്വെല്ലിങ് ആയി, സൈനോസിസ് ആയി, പേഷ്യൻറ്റിന് അവിടെ ടിഷ്യൂ ഡെത്ത് വരെ സംഭവിച്ചത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ നോക്കുക. ബ്ലഡിൻ്റെ പ്രസൻസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്റ്റില്ലറ്റ് പുറത്തോട്ട് വലിച്ചതിന് ശേഷം നമ്മൾ സെക്യൂർ ചെയ്ത് ടെഗാർഡ് എന്നിട്ട് സെക്യൂർ ചെയ്ത് ഡേറ്റും ടൈമും എന്തായാലും എഴുതി വെക്കുക. മാക്സിമം 4 days ആണ് ഒരു IV ക്യാനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 48 hours 4 days ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഡേറ്റും ടൈമും നമ്മൾ എന്താണെങ്കിലും എഴുതി വെക്കുക. ഡേറ്റും ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമ്മുടെ വെയിൻ സെക്യൂർ ചെയ്ത് ഇത്രയും നമ്മൾ വെച്ചു. അതിനുശേഷം ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡോർസൽ മെറ്റാകാർപ്പൽ വെയിനാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്കറിയാം, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഈ സൈഡിൽ കൂടി ഒരു വെയിൻ പോകുന്നത്, ഇതാണ് ബാസിലിക് വെയിൻ. മനസ്സിലല്ലോ? ബാസിലിക് വെയിൻ എന്ന് നമ്മൾ പറയും. ഈ ബാസിലിക് വെയിൻ ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ ഓർത്തോണം. നമ്മുടെ കൈയുടെ ബേസിൽ കാണപ്പെടുന്ന വെയിനെയാണ് നമ്മൾ ബാസിലിക് വെയിൻ. അത് ഈ ബേസ് സൈഡിൽ കാണപ്പെടുന്ന വെയിനെ നമ്മൾ എന്ത് പറയും, ബാസിലിക് വെയിൻ എന്ന് പറയും. ആ വെയിനാണിത് ഇങ്ങനെ പോകുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ബാസിലിക് വെയിനും ഈ വെയിനിൽ നമ്മൾ മെയിനായിട്ടും ക്യാനുല ഇടും. ഒന്നാമത്തെ വെയിനാണ് ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻ. സെക്കൻഡ് വെയിനാണ് ബാസിലിക് വെയിൻ. ഈ ബാസിലിക് വെയിൻ്റെ ഇവിടെ വരെ ഇങ്ങനെ പോകുന്ന വെയിനാണ്. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന വെയിൻ എന്ന് പറഞ്ഞാൽ സെഫാലിക് വെയിനാണ്. കണ്ടിട്ടുണ്ടായിരിക്കും പലരെടുക്കും ഈസി ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വെയിനായിരിക്കും. ഇവിടെ ഇങ്ങനെ എപ്പോഴും കൂടുതലും എമർജൻസി ടൈമിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന നമ്മൾ ആദ്യമായിട്ടൊക്കെ IV ക്യാൻ ഇടുമ്പോൾ നമ്മൾ ഈ ഒരു വെയിനിലായിരിക്കും കൂടുതലായിട്ട് ഇടുന്നത്. ഇതാണ് സെഫാലിക് വെയിൻ. ഈ സെഫാലിക് വെയിൻ നമുക്കറിയാം ഇങ്ങനെ പോകുന്ന വെയിൻ. ഇവിടെ കൂടെ ഒക്കെ നമുക്ക് കാണാം, ഇവിടെയൊക്കെ നമുക്ക് പ്രൊമിനൻ്റ് ആയിരിക്കും. ഈ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിനിൽ ഇവിടെ വരെ ഇങ്ങനെ പോകും. അതാണ് നമ്മുടെ സെഫാലിക് വെയിൻ. ബാസിലിക് വെയിൻ, സെഫാലിക് വെയിൻ, ഇതെന്ന് പറഞ്ഞാൽ ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻ. മനസ്സിലായല്ലോ? ഈ 3 വെയിനെ കുറിച്ചും പഠിച്ചല്ലോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെയിൻ എന്ന് വെച്ചാൽ ഇതാണ് ബ്രേക്കിയൽ വെയിൻസ്. നമ്മുടെ ബ്രേക്കിയൽ സൈഡിൽ കാണപ്പെടുന്ന വെയിൻസാണ് ബ്രേക്കിയൽ വെയിൻസ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും 18 ഗോജ് 20 ഗോജ് ഒക്കെ, നോർമലി 18 ഗോജിൻ്റെ 16 ഗോജ് ചില ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചില കാര്യങ്ങൾക്ക് നമ്മൾ 16 ഗോജ് യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ 18 ഗോജാന്ന് തോന്നുന്നു ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 18 ഗോജിൻ്റെയൊക്കെയാണ് നമ്മൾ എപ്പോഴും ബ്രേക്കിയൽ വെയിൻസിലാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്കിയൽ വെയിനാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അടുത്ത് നമുക്ക് പറയാം, ഇതാണ് നമ്മുടെ ബാസിലിക് വെയിൻ. ബാസിലിക് വെയിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് പോകുന്നൊരു വെയിനാണ് മീഡിയൻ ക്യൂബൈറ്റൽ വെയിൻ എന്ന് പറയുന്ന വെയിൻ. അതായത് ബാസിലിക് വെയിനിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് പോകുന്ന വെയിനാണ് മീഡിയൻ ക്യൂബൈറ്റൽ വെയിൻ. ഇത്രയും വെയിനിലാണ് നമ്മൾ കൂടുതലായിട്ടും എന്തിടുന്നത് IV കാനുലേഷൻ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ്, ബാസിലിക് വെയിൻ, സെഫാലിക് വെയിൻ, ബ്രേക്കിയൽ വെയിൻ, മീഡിയൻ ക്യൂബൈറ്റൽ വെയിൻ. ഇത്രയും വെയിൻസിലാണ് നമ്മൾ IV കാനുലേഷൻ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം ടൂണിക്കറ്റ് കെട്ടാതിരിക്കുക. പിന്നെ പോസി ഫ്ലഷ് അടിച്ച് നമ്മൾ ബ്ലഡ് ബാക്ക് ഫ്ലോ കൺഫേം ചെയ്തതിന് മാത്രം സെക്യൂർ ചെയ്യുക.
പിന്നെ സ്ക്രബ് ദ ഹബ് എപ്പോഴും ചെയ്യുക. പേഷ്യൻറ്റിന് BSI ഒഴിവാകായിരിക്കും. അതുപോലെ തന്നെ IV ക്യാനുല ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇല്ലാതെ സൂക്ഷിക്കുക. എപ്പോഴും ഒരു ഷാർപ്പ് കണ്ടെയ്നർ കയ്യിൽ കൊണ്ടുപോകണം IV ക്യാനുലേഷൻ ചെയ്യുമ്പോഴത്തേന്. പ്രത്യേകിച്ച് സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും IV ക്യാനുലേഷൻ ട്രെയിൽ ഒരു ഷാർപ്പ് കണ്ടെയ്നർ കാണുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എനിക്ക് IV ക്യാനുലേഷനെ കുറിച്ച് പറയാനുള്ളത്, ഫസ്റ്റ് ടൈം പ്രിക്ക് ചെയ്യുന്നവരാണ് കൂടുതലും സെഫാലിക് വെയിനോ മെറ്റാകാർപ്പൽ വെയിനോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ സീനിയേഴ്സിൻ്റെ കൂടെ കൊണ്ടുപോയി മാത്രം നിങ്ങൾ പ്രിക്ക് ചെയ്യുക. പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിൻസിൽ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന വെയിൻസിൽ മാത്രം നിങ്ങൾ പ്രിക്ക് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് മാനിപ്പുലേഷൻ കൊടുക്കാതിരിക്കുക. നമുക്കവിടെ പങ്ക്ചറായിപ്പോൾ പേഷ്യൻ്റെ വെയിനിൽ. അതുപോലെ തന്നെ നിങ്ങളൊരു 4 ഡേയ്സ് 2 ഡേയ്സ് ഒക്കെ 4 ഡേയ്സ് കഴിയുമ്പോൾ എന്തായാലും IV ക്യാനുല പേഷ്യൻ്റ് ഈസി ആയിട്ട് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ IV ക്യാനുല ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ മെഡിസിൻ കൊടുത്തതിന് ശേഷവും കൊടുക്കുന്നതിന് മുമ്പും IV ക്യാനുല ഫ്ലഷ് ചെയ്യുക. IV ക്യാനുല ഫ്ലഷിങ് എപ്പോഴും വേണ്ടതാണ്. അതുപോലെ സ്ക്രബ് ദ ഹബ് പ്രോട്ടോക്കോളൊക്കെ നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പേഷ്യൻ്റ് IV സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക. എവറി ഷിഫ്റ്റിന് നമ്മൾ VIP സ്കോർ ചെക്ക് ചെയ്യണം. VIP സ്കോർ 1 ആയിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പെയിനും പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് IV ക്യാനുല ഊരിക്കളയുക. ഇപ്പോൾ VIP സ്കോർ 1 ആണ്, പേഷ്യൻ്റ് പെയിനൊന്നും പറയുന്നില്ല, ഒരു സ്വെല്ലിങ് ചെറുതായിട്ട് VIP സ്കോർ 1 നിങ്ങൾക്കറിയാലോ. പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. എപ്പോഴാണ് VIP സ്കോർ 2 ആവുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ IV ക്യാനുല റിമൂവ് ചെയ്ത് കളയുക. IV ക്യാനുല ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇൻഫിൽട്രേഷൻ, എക്സ്ട്രാവസേഷൻ, അതുപോലെ തന്നെ ഫ്ലെബൈറ്റിസ്. നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒക്ലൂഷൻ ഉണ്ടാകാം, ക്ലോട്ടിങ് ഉണ്ടാകാം, സൈനോസിസ് ഉണ്ടാകാം, എക്കൈമോസിസ് ഉണ്ടാകാം. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ എക്സ്ട്രാവസേഷനും ഇൻഫിൽട്രേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ കൈയുടെ കാര്യം ഏകദേശം പോകുന്ന അവസ്ഥയാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും IV ക്യാനുല ഇടുന്ന സമയത്ത് ഇതല്ലേ ജസ്റ്റ് ഒരു IV ക്യാനുല അല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. IV സൈറ്റ് ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ പേഷ്യൻ്റ് പെയിൻ പറയുകയാണെങ്കിൽ അപ്പം തന്നെ റിമൂവ് ചെയ്ത് വേറൊരെണ്ണം ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറോട് പറയുക, അനസ്തേഷ്യയോട് പറഞ്ഞിട്ട് പുതിയ IV ക്യാനുല ഇടുക. അതാണ് ഏറ്റവും നല്ലത്. പേഷ്യൻറ്റിന് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് പേഷ്യൻ്റെ കൈ മൊത്തം ഫ്ലെബൈറ്റിസ് ആകുന്നതിലും നല്ലത് അത് അപ്പം തന്നെ ഊരിക്കളയുന്നതായിരിക്കും. നമ്മൾ വെസിക്കൻ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് നോർമലി വെയിൻസിന് താങ്ങാവുന്നതിലും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നോർമൽ ഒരു പേഴ്സൺസിനാണെങ്കിൽ പോലും അത് സംഭവിക്കും. അപ്പോൾ ഈ കീമോതെറാപ്പിയും അതുപോലെ ഇമ്മ്യൂണോതെറാപ്പിയും അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് തെറാപ്പിയൊക്കെ എടുക്കുന്ന പേഷ്യൻ്റാണ് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻസിൻ്റെ അടുക്കൽ IV ക്യാനുലയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ടും സൂക്ഷിക്കുക, NSI ഉണ്ടാകാതിരിക്കാൻ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ എനിക്ക് IV ക്യാനുലയെ കുറിച്ച് പറയേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കൂ. ഞാനാണെങ്കിൽ അതിന് ആൻസർ തരാം. ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.